ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ ഡെക്കറേറ്റിംഗ് ഫ്ലവർ പോട്ട് എങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാം എന്നുള്ളതാണ്. ടവലിന്റെ തുണിയും സിമന്റും ഉപയോഗിച്ച് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ പഴയ ടവലിന്റെ തുണി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഫ്ലവർ പോട്ട് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ടവലിന്റെ നീളം കൂടുതലാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നീളം കൂടിയ ടവലാണെങ്കിൽ മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. കറക്റ്റ് ചതുര ഷേപ്പിനുള്ള ടവലാണെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ ടവൽ രണ്ടായിട്ട് മടക്കിയതിനു ശേഷം നടുക്കുന്ന കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടവൽ ഇവിടെ രണ്ടാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ടവൽ ഈ കാണിക്കുന്ന പോലെ തന്നെ നാലായിട്ട് മടക്കിയതിന് ശേഷം കത്രിക ഉപയോഗിച്ചുകൊണ്ട് സെന്റർ ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പോട്ടിന്റെ അടിവശത്തായിട്ട് ഒരു ഹോള് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെന്റർ ഭാഗത്തായിട്ട് തന്നെ ചെടിച്ചട്ടിക്ക് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് സിമന്റ് ഇട്ട് വെള്ളമൊഴിച്ച് ഗ്രൗട്ട് കലക്കി എടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എടുത്തിരിക്കുന്ന ടവലിന്റെ വലിപ്പത്തിന് അനുസരിച്ചുള്ള സിമന്റ് വേണം എടുക്കേണ്ടത്. ടവൽ പൂർണ്ണമായിട്ടും ഗ്രൗട്ടിൽ മുക്കി എടുക്കേണ്ടതുണ്ട്. വീഡിയോയുടെ സമയദൈർഘ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സിമന്റ് ഇടുന്ന ഭാഗമെല്ലാം കുറേശ്ശെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് കഴിഞ്ഞ് ഈ കാണിക്കുന്ന പോലെ വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു അളവിലാണ് നമുക്ക് ഗ്രൗട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടവൽ ഇതിലേക്ക് ഇട്ട് മുക്കി എടുക്കാവുന്നതാണ്. ടവലിന്റെ എല്ലാ വശങ്ങളിലും ഗ്രൗട്ട് പിടിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ടവലിന്റെ എല്ലാ വശങ്ങളിലും ഗ്രൗട്ട് പുരട്ടിയെടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ഇതുപോലൊരു കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന പ്ലാസ്റ്റിക് പാത്രത്തിന്റെ അളവിനനുസരിച്ചായിരിക്കും നമ്മുടെ പോട്ടിന്റെ അളവും റെഡിയായി വരുന്നത്. നിങ്ങൾ ഇപ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു അളവിൽ പോട്ട് തയ്യാറായി കിട്ടുന്നതാണ്. ഇതുപോലെ മണ്ണിൽ കുഴിച്ച് വെച്ചിരിക്കുന്ന ഒരു PVC പൈപ്പിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൗട്ടിൽ മുക്കി വെച്ചിരിക്കുന്ന ടവൽ ഇതിലേക്ക് ഈ കാണിക്കുന്ന പോലെ തന്നെ വിരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ടവലിൽ ഇട്ടിരിക്കുന്ന കണ്ണ് പാത്രത്തിന്റെ സെന്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വേണം ടവൽ വിരിച്ച് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പോട്ടിന്റെ എല്ലാ വശങ്ങളും കറക്റ്റ് ഒരേ അളവിൽ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ടൈലിന്റെ പീസുകൾ ഈ കാണിക്കുന്ന പോലെ തന്നെ 4 വശങ്ങളിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഫ്ലവർ പോട്ട് തയ്യാറായി കിട്ടുന്നത്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാ വശങ്ങളും ഈ കാണിക്കുന്ന പോലെ തന്നെ ലെവൽ ചെയ്ത് പിടിച്ചു കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് സിമന്റ് കട്ടിക്ക് കുഴച്ചതിന് ശേഷം ഈ കാണിക്കുന്ന പോലെ ഇതിന്റെ അടിവശത്തായിട്ട് തേച്ച് ലെവൽ ചെയ്യാവുന്നതാണ്. എല്ലാ വശങ്ങളും ഒരേ അളവിൽ വരുന്ന രീതിയിൽ തേച്ച് ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഗ്രൗട്ട് കലക്കി ഈ കാണിക്കുന്ന പോലെ ഒരു ബ്രഷിൽ മുക്കി എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കേണ്ടതാണ്. എല്ലാ ഭാഗത്തും നല്ലോണം ഗ്രൗട്ട് തേച്ച് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു ഫ്ലവർ പോട്ട് നിർമ്മിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഫുള്ള് ഗ്രൗട്ട് തേച്ചതിന് ശേഷം നമുക്ക് 24 മണിക്കൂർ ഇത് ഉണങ്ങാൻ വെക്കേണ്ടതാണ്. 24 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫ്ലവർ പോട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ നമുക്ക് നല്ലോണം തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പാത്രം പുറത്ത് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഗ്രൗട്ട് ഒന്നുകൂടി കലക്കി ഈ കാണിക്കുന്ന പോലെ തന്നെ ബ്രഷിൽ മുക്കി വീണ്ടും തേച്ച് കൊടുക്കാവുന്നതാണ്. പോട്ടിന്റെ എല്ലാ വശങ്ങളിലും തന്നെ ഈ കാണിക്കുന്ന പോലെ തന്നെ ഗ്രൗട്ട് വീണ്ടും തേച്ച് കൊടുക്കേണ്ടതാണ്. ഗ്രൗട്ട് ഇതുപോലെ മുഴുവനായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഇത് സെറ്റായി വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് 24 മണിക്കൂറും കൂടി വെക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത 24 മണിക്കൂറും കൂടി കഴിഞ്ഞ് ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വൈറ്റ് സിമെന്റ് അടിച്ചു കൊടുക്കാവുന്നതാണ്. വൈറ്റ് സിമെന്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള കളർ പെയിന്റ് അടിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്ലോറസന്റ് റെഡ് സ്പ്രേ പെയിന്റ് ആണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.